ഇനി നമുക്ക് ഒരു അഡിയാബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ കേസിൽ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്സ് നമ്മൾ ഒരു പ്രോസസ്സിലുള്ള ഒരു ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഡിസൈഡിങ് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെയാണ് അല്ലേ. അപ്പം ഒരു അഡിയാബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ കേസിൽ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ വോളിയം, പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ പ്രഷർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഐസോതെർമൽ പ്രോസസ് നമുക്ക് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അതേപോലെ ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ പ്രഷർ, ടെമ്പറേച്ചർ വോളിയം ആൻഡ് പ്രഷർ വോളിയം എങ്ങനെയാണ് നമുക്ക് നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് എന്തറിയാം, നമ്മൾ കൺസിഡർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. നമുക്ക് എന്തറിയാം, CV ഈസ് ഈക്വൽ ടു ∂U/∂T അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. In the case of an ideal gas, U is independent of volume. Then we can replace, right? CV is equal to du/dt or du is equal to CV into dt. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? In the case of an adiabatic process, du is equal to dw. കാരണം Q0 ആണ് in the case of an adiabatic process. And from first law W is equal to എന്തായിരുന്നു, മൈനസ് പി ഡി വി. ഓർമ്മയില്ലേ നമ്മൾ ഡിറൈവ് ചെയ്ത W is equal to മൈനസ് പി ഡി വി. നമുക്ക് എന്ത് ചെയ്താം, ഡി യു is equal to ഡി ഡബ്ല്യു ആണ്. ഡി ഡബ്ല്യു is equal to മൈനസ് പി ഡി വി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, സി വി ഡി ടി is equal to മൈനസ് പി ഡി വി. എഴുതിക്കൂടെ, സി വി ഡി ടി is equal to മൈനസ് പി ഡി വി. ഇനി നമുക്ക് പി വി is equal to ആർ ടി എന്ന് പറയും ഇൻ ദ കേസ് ഓഫ് 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. അപ്പം പി നമുക്കങ്ങനെ റീപ്ലേസ് ചെയ്യാം, പി ഈസ് ഈക്വൽ ടു ആർ ടി ബൈ വി. സംശയം ഉണ്ടോ? നമുക്കങ്ങനെ എഴുതാം, സി വി ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി ഇൻറ്റു ഡി വി ബൈ വി. എഴുതിക്കൂടെ, അങ്ങനെയാണ് എഴുതിയത്. സി വി ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡി വി നമുക്ക് കിട്ടി. അതിൽ പി നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, ആർ ടി ബൈ വി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, സി വി ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി ഇൻറ്റു ഡി വി ബൈ വി എന്ന് എഴുതാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ സി വി ഇൻറ്റു ഡി ടി ബൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു ഡി വി ബൈ വി. ഇനി രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡി ടി ബൈ ടി ആൻഡ് ഡി വി ബൈ വി ഉണ്ട്. നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ ദ ലിമിറ്റ് T1 to T2 and V1 to V2. How can we write? CV into T1 to T2 dt by T is equal to minus R into V1 to V2 dV by V. Integral of dt by T log T. Integral of dV by V ln V. അപ്പം നമുക്കങ്ങനെ എഴുതാം, സി വി ഇൻറ്റു ln T2 by T1 is equal to minus R ln V2 by V1. ഇതുകൊണ്ട് റീഅറേഞ്ച് ചെയ്യുമ്പം ഇങ്ങനെ എഴുതാം, സി വി ലോൺ ടി ടു ബൈ ടി വൺ ഈസ് ഈക്വൽ ടു ആർ ലോൺ വി വൺ ബൈ വി ടു. സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. നമുക്ക് ആറിന് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, സി പി മൈനസ് സി വി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സി വി എങ്ങനെ എഴുതാം, സി വി ഇൻറ്റു ലോൺ ടി ടു ബൈ ടി വൺ ഈസ് ഈക്വൽ ടു സി പി മൈനസ് സി വി ലോൺ വി വൺ ബൈ വി ടു ഓർ ലോൺ ടി ടു ബൈ ടി വൺ ഈസ് ഈക്വൽ ടു സി പി മൈനസ് സി വി ബൈ സി വി ലോൺ വി വൺ ബൈ വി ടു. എന്താ ചെയ്തേ, സി വിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ലോൺ ടി ടു ബൈ ടി വൺ ഈസ് ഈക്വൽ ടു ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുമ്പം സി പി ബൈ സി വി മൈനസ് സി വി ബൈ സി വി എന്തായി മാറും, 1 ആയി മാറും. സി പി ബൈ സി വി മൈനസ് 1 ലോൺ വി വൺ ബൈ വി ടു എന്ന് കിട്ടും. ഇനി നമ്മൾ സി പി ബൈ സി വി എന്ന റേഷ്യോനെ ഗാമ എന്ന് കൊടുക്കുന്നു. സി പി ബൈ സി വി ഈസ് ടേക്കൺ ആസ് ഗാമ, എ കോൺസ്റ്റൻറ്റ്. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം. സി പി ബൈ സി വി ഈസ് ഈക്വൽ ടു ഗാമ. നിങ്ങൾ +2 ഫിസിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ln T2 by T1 ഈസ് ഈക്വൽ ടു സി പി ബൈ സി വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ഗാമ.
ഗാമ മൈനസ് 1 ലോൺ V1 ബൈ V2. ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ലോൺ T2 ബൈ T1 ഈസ് ഈക്വൽ ടു ലോൺ V1 ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1 or T2 by T1 is equal to V1 by V2 raised to gamma minus 1 or T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1 or അങ്ങനെ എഴുതാം TV raised to gamma minus 1 is equal to a constant. എന്താണ് ടെമ്പറേച്ചറും വോളിയം തമ്മിൽ റിലേഷൻ എന്താണ് TV raised to gamma minus 1 is equal to a constant or T2 by T1 is equal to V1 by V2 raised to gamma minus 1. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ അങ്ങനെ എഴുതാം. നമുക്കറിയാം in the case of an ideal gas P1 V1 by T1 is equal to P2 V2 by T2. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. V1 by V2 ഇൻറ്റു T2 by T1 is equal to P2 by P1. T2 നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് ഓർമ്മയില്ലേ T2 by T1 is equal to V1 by V2 raised to gamma minus 1. അപ്പോൾ നമുക്കിവിടെ T2 by നമ്മൾ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ T2 by T1 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു V1 by V2 raised to gamma minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കിട്ടും V1 by V2 ഇൻറ്റു V1 by V2 raised to gamma minus 1 is equal to P2 by P1. അപ്പം V1 by V2 ഇൻറ്റു V1 by V2 raised to gamma minus 1 എന്തായി മാറും V1 by V2 raised to gamma minus 1 plus 1 അതായത് V1 by V2 raised to gamma V1 by V2 raised to gamma is equal to P2 by P1 or P1 V1 raised to gamma is equal to a constant. Sorry, P1 V1 raised to gamma is equal to P2 V2 raised to gamma or PV raised to gamma is equal to a constant. ഇതാണ് എന്ത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്കതാ ബാക്കിയുള്ളത് ടെമ്പറേച്ചറും വോളിയവും പറഞ്ഞു, പ്രഷറും വോളിയവും പറഞ്ഞു. ഇനി നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ. നമ്മളിപ്പോൾ എന്ത് പഠിച്ചു V1 by V2 raised to gamma is equal to P2 by P1 എന്ന് കഴിഞ്ഞ റിലേഷനിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് V1 by V2 എങ്ങനെ എഴുതാം V1 by V2 is equal to P2 by P1 raised to 1 by gamma എന്ന് എഴുതിക്കൂടെ ഇവിടെ നോക്കിയാൽ മതി V1 by V2 raised to gamma is equal to P2 by P1. അപ്പം V1 by V2 എന്തായിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ടല്ലേ റൂട്ടല്ല ഗാമാത്ത് റൂട്ട്. ഇപ്പം V1 by V2 is equal എങ്ങനെ എഴുതാം V1 by V2 is equal to P2 by P1 raised to 1 by gamma. ഇനി എന്ത് ചെയ്യാം ഗാമ റേസ് ടു മൈനസ് 1th പവർ രണ്ട് സൈഡിൽ എടുക്കാം. ഗാമ മൈനസ് 1th പവർ രണ്ട് സൈഡിൽ. അപ്പം V1 by V2 raised to gamma minus 1 is equal to P2 by P1 raised to gamma minus 1 by gamma. ആദ്യം പഠിച്ച റിലേഷൻ ഓർമ്മയില്ലേ എന്തായിരുന്നു T2 by T1 is equal to V1 by V2 raised to gamma minus 1. അപ്പം നമുക്ക് V1 by V2 raised to gamma minus 1 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം T2 by T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം T2 by T1 is equal to P2 by P1 raised to gamma minus 1 by gamma എന്ന് കിട്ടും. ഗാമ എന്ന് പറയുന്നത് എന്താണ് CP മൈനസ് CV ആണ്. T2 minus T1 is equal to P1 by P2 raised to 1 by gamma minus gamma എന്ന് എഴുതാം 1 by gamma minus gamma എന്ന് എഴുതാം എന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 by gamma minus gamma or T1 P1 raised to 1 by gamma 1 minus gamma by gamma is equal to T2 in P2 raised to 1 minus gamma by gamma or TP raised to 1 minus gamma by gamma is equal to a constant. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് റിലേഷൻഷിപ്പാണ്
ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ വരുന്ന പ്രഷർ വോളിയം, ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻഷിപ്പാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്? ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് എന്തായിരുന്നത്? T2/T1 ഈസ് ഈക്വൽ ടു V1/V2 റേസ് ടു ഗാമ മൈനസ് 1. ഇനി പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് എന്തായിരുന്നു? V1/V2 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2/P1 അല്ലെങ്കിൽ PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻഷിപ്പ് എന്തായിരുന്നു? T2/T1 ഈസ് ഈക്വൽ ടു P2/P1 റേസ് ടു ഗാമ മൈനസ് 1/ഗാമ. ഈ 3 റിലേഷൻഷിപ്പും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇത് ഡെറിവേഷനൊക്കെ എക്സാമിന് സാധാരണ ചോദിക്കാനുള്ളതൊക്കെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. നോട്ട് ചെയ്തണം, പഠിക്കണം.